വെൽക്കം ബാക്ക് ടു മൈ ചാനൽ KBRP ഗെയിമിംഗ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളൊരു കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും വന്നിരിക്കുകയാണ് ഒരു ക്രാഫ്റ്റ് മാൻ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ വേൾഡ് കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. ഇവിടെ ചുറ്റും സഫായം ഇവിടെ ഗൈസ്, സോറി ജെറി ബ്ലോസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് കിടന്നുറങ്ങട്ടെ, മറിയില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങുവാണ്, എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പുറം പോയി ഒന്ന് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേ കിട്ടും, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ദെൻ നമ്മൾ പുറത്തോട്ടിറങ്ങി വാതിലടയ്ക്കൂ. ഇത് ഞാൻ നേരത്തെ ഒരു ക്രിയേറ്റീവിലിട്ട് കളിച്ചുകൊണ്ടിരുന്ന വേൾഡ് ആട്ടോ ഗൈസ്. വീടെടുക്കാൻ മാത്രമായിട്ട് ഞാൻ സർവൈവലാക്കിയതാണ്. പിന്നെ നമ്മൾ ഇതിൽ കൂടെ പോയി ഞാനിപ്പോൾ ഒരു വോയിസ് കവറാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കളിച്ചായിരുന്നു, എന്തൊക്കെയോ കാണിച്ച് എവിടേക്കോ എത്തി. എന്തിനാണ് ഞാൻ അങ്ങനെ നടന്നത് എനിക്കൊന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ നമ്മളത് അങ്ങനെ പോയി കണ്ടോ ഗായ്സ്, ഇതാണ് നമ്മുടെ ജെറി ബ്ലോസം. ഈ വില്ലേജിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ജെറി ബ്ലോസം ഉണ്ട്, കണ്ടോ ഗൈസ്. നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ ക്രിയേറ്റീവായിരുന്നു കളിച്ചത്. പിന്നെ അതെ ഈ വുഡൊക്കെ ഞാൻ സർവൈവലാക്കിയിട്ട് വെട്ടിയതാട്ടോ. ഈ 54 വുഡും 35 വുഡും അതൊക്കെ ബക്കറ്റ് ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാണ് ഗൈസ്. എന്താ എൻ്റെ ക്രിയേറ്റീവ് വേൾഡിൽ നമുക്ക് പന്നിക്ക് സാഡിലുണ്ടോന്ന് ഇട്ടിട്ട് പറ്റുമോ നോക്കാം ഗൈസ്. പക്ഷെ അതിനായിട്ട് നമുക്ക് പൊട്ടാറ്റോ എടുത്ത് പന്നി കൊടുക്കണം, എന്നിട്ട് നമുക്ക് അതിനെ ടേം ചെയ്യണം, എന്നിട്ട് സാഡിലിട്ട് അതിൻ്റെ പുറത്ത് റൈഡ് ചെയ്യാൻ പറ്റും നോക്കാം ഗൈസ്. ഞാൻ നോക്കാൻ പോണേണ്, അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇത് മൊബൈലാണ് കേട്ടോ ഗൈസ് കളിക്കുന്നത്, വോയിസ് കവറാണ്. പിന്നെ കൂടുതലൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഡൈ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, വെറുതെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഷോർട്സ് ഇട്ടത് ഈ വില്ലേജ് അല്ല കേട്ടോ, അത് വേറെ വില്ലേജ്, അത് പോയി ഗൈസ്. സങ്കടമായാച്ച് പോച്ച് എല്ലാം പോച്ച്. പിന്നെ നമ്മൾ ഇതിൽ കൂടെ ഒക്കെ നടക്കും. അങ്ങനെ നടന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഗൈസ്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ വരെ ഒരു ജെറി ബ്ലോസത്തിൻ്റെ മരമുണ്ട് ഗൈസ്. കണ്ടോ ഇപ്പോൾ കാടിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. എന്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഞാൻ ഈ ആടുകളൊക്കെ എൻ്റെ പുറകെ വരുത്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സാധനമൊക്കെ എടുത്ത് നടക്കണത് ഗൈസ്. നടക്കണം ഇപ്പോൾ എല്ലാം കണ്ടമാന സകലമാന ആടുകളും എൻ്റെ പുറകെ വരും ഗൈസ്, ഉറപ്പാണ്. ഈ സാധനം കാണുമ്പോൾ അപ്പം തന്നെ സകലമാന ആടുകൾ എൻ്റെ പുറകെ വരും, ഓടി വരും ഗൈസ്. നമ്മൾ തിരിച്ച് വില്ലേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വില്ലേജിൽ നടന്ന് അങ്ങനെ അത് മാറ്റിയപ്പോൾ എല്ലാം അവിടെ നിന്നു. പന്നീനെ കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ട് കളഞ്ഞു, നേരത്തെ ചെയ്യാൻ പറ്റിയില്ല, ഈ പന്നി ഓടിപ്പോയി. അപ്പോൾ നമുക്ക് ഈ പന്നീനെ പിന്നെയും കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊട്ടാറ്റോ എടുത്ത് അതിന് ഫീഡ് ചെയ്യാൻ നോക്കുവാണ്. ഫീഡ് ചെയ്തു ഗൈസ്. അങ്ങനെ ഇത് നമ്മുടെ ടേം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സാഡിലിട്ട് റൈഡ് ചെയ്തു നോക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ അതിനിറങ്ങി തല്ലിക്കൊന്നു. നോക്കിക്കോ, ഞാൻ തല്ലിക്കൊല്ലു അതിനെ. അതിനിറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നീങ്ങാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഇതായിട്ട് നീങ്ങുമെന്നറിയാൻ വേണ്ടി ഇച്ചിരി നേരം ഞാനിന്ന് ഇരുന്ന് നോക്കി. ഇച്ചിരി നീങ്ങാനുണ്ട്, പക്ഷെ നമുക്കൊരു ഉപയോഗമില്ല ഗൈസ്. ഉണ്ടോ, ഇതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇത് പോകും. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പുറത്തോട്ട് നീ പിന്നെയും കയറി. പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ പങ്ങിക്കറങ്ങി കളിച്ച് എന്നിട്ട് നമുക്ക് ദേഷ്യം വന്നിട്ട് അനങ്ങാൻ പറ്റില്ല. ഞാൻ എന്നെ തല്ലിക്കൊന്ന് കളയും ഗൈസ്. കയ്യും വെച്ച് തല്ലിക്കൊല്ലും ഞാൻ. എന്നെ തല്ലി ചത്തുപോയി. അങ്ങനെ ആ ചത്തിരിക്കുകയാണ് ഗൈസ്.
പിന്നെ ഈ സൈഡിലൊക്കെ ഞാൻ ക്രിയേറ്റീവിൽ എടുത്താട്ടോ ഗൈസ്. നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഗെയിമിൻ്റെ ഒച്ച കേൾക്കാത്തത് എന്ന്. ഈ മരം ഞാൻ നട്ടു വെച്ചേക്കുന്ന കേട്ടോ ഗൈസ്. അത് ഞാൻ അവിടെ നിന്ന് ഒരു 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 ഈ നട്ടു വെക്കണ സാധനം കിട്ടൂലേ, അത് നട്ടു വെച്ചാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഇപ്പോൾ എന്താ ഗെയിമിന് സൗണ്ട് ആക്കാത്തത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വോയിസ് കവർ ചെയ്യാണ്. നമ്മുടെ കയ്യിൽ ഇപ്പം ഇത്ര സാധനമുണ്ട്. ഞാൻ ക്രിയേറ്റീവിലായിരുന്നുകൊണ്ടാണ് എൻ്റെ കയ്യിൽ അത്രയും എക്സ്പോ ഒക്കെ ഇരിക്കുന്നത്. അങ്ങനെ ക്രിയേറ്റീവിലിരുന്നുകൊണ്ടാണ് ഞാൻ ആ വീട് വെള്ള കളറാക്കിയത്. പിന്നെ നമ്മൾ എന്താ പറയുക, എന്താ ഗൈസ്, നമ്മളൊരു വീട് പണിയാൻ പോവായിരുന്നു ഗൈസ്. നമ്മളൊരു വീട് പണിയാൻ പോവാണ്. അങ്ങനെ വീട് പണിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീടെടുത്ത് കുറേ നാൾ മുമ്പാട്ടാ. വീട് പണിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ മരം വെട്ടും എന്ന് തോന്നുന്നു. കുറേ മരം ഇവിടെ നട്ടു. കുറേ മരം വെട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കുറേ മരം വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറേ മരം വെക്കുന്നുണ്ട്. ഒരേ മരം നട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഒന്നും മരം നടാൻ പറ്റാണ്ട് ഞാൻ അതൊക്കെ പറിച്ച് നട്ടിട്ടുണ്ട്. നമ്മളതിൽ 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാം അവിടെ വെച്ച്, പിന്നെ ഈ 3 എണ്ണം ഇനി അവിടെ കൊണ്ടുപോയി നട്ട് വെക്കും. പിന്നെ നമ്മൾ അതൊക്കെ നട്ട് വെച്ച് ഇല്ല. പിന്നെ നമ്മൾ പൗസ് ചെയ്ത് പിന്നെയും ഇവിടെ എത്തി. എന്തിനാ ഏതാ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കുറേ മരം വെട്ടിയിട്ടുണ്ട്. മരം ഞാൻ കുറേ വെട്ടിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ കുറേ മരം വെട്ടി ഞാനിതാ ഈ വീട് ഈ ഒരവസ്ഥയാണ്. ഞാൻ ഈ വീട് പുതുക്കി പണിയാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇതേ കണ്ടോ, ഞാൻ പുതുക്കി പണിതിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഞാനൊന്ന് പുതുക്കി പണിത്. ഇതാണ് നമ്മുടെ പുതിയ വീട്. ഇത് പണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൗസ് ചെയ്ത് വരുന്നത്. അത് ഞാൻ എൻ്റെ തലയിൽ ഇപ്പോഴാണ് വന്നത്. പിന്നെ കണ്ടോ ഗൈസ്, നമ്മൾ ഇത്രോ നേരം വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ടും ഈ സാധനം വലുതായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അത് ഒന്ന് പൗസ് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോയി വീടും അത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പടർന്ന് പന്തലിച്ചിരിക്കണം. എന്ത് വലിയ സാധന. അവിടെ നിന്ന് ഉണ്ടെന്ന് നട്ടു വെച്ചതാണ് ഇവിടെ. എന്നിട്ട് ഒറ്റ ദിവസം കൂടെ വളർന്നത്. ഞാൻ ഉറങ്ങിയ പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് അത് വളർന്നു ഗൈസ്. നമുക്കിനി പൊട്ടാറ്റോ വേണം. നമ്മൾക്ക് പൊട്ടാറ്റോ വേണം. പൊട്ടാറ്റോ തിന്നു നമുക്ക് ഫുഡില്ല. അതുകൊണ്ട് നമ്മൾ വില്ലേജേഴ്സിനെ ഓർച്ച് ജീവിക്കുന്നു. ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നെയ്സിന് പോയി പറഞ്ഞു. അതെൻ്റെ അനിയനാണ്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഈ വീട് എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ബൈ.